Srila Prabhupada 1976 മായാപ്പൂർ ഇത് കഴിഞ്ഞിട്ട് നേരെ പോയത് ഹവായിലേക്കാണ്. അവിടെ ശ്രീല പ്രഭുപാദ് പോകാനുള്ളൊരു കാരണം തന്നെ പ്രഭുപാദിന് സ്വസ്ഥമായിട്ട് എഴുതണം എന്ന് വിചാരിച്ചിട്ടാണ് പ്രഭുപാദ് പോയത്. അപ്പം അതിനെക്കുറിച്ചാണ് ആ സത്സ്വരൂപ മഹാരാജ് ആ ബുക്കിൽ പറയുന്നത്. അപ്പം അതിൽ ശ്രീല പ്രഭുപാദ് അവിടെ ചെല്ലുമ്പം വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ളൊരു ടെമ്പിളാണ് ഹവായ്. അവിടെ ഒരുപാട് പച്ചക്കറികളും ഇതൊക്കെ അവർ ഡിവോട്ടീസ് വളർത്തുന്നുണ്ട്. പൂന്തോട്ടങ്ങളൊക്കെ ഒരുപാടുണ്ട്. ആ ടെമ്പിളിൻ്റെ പ്രോപ്പർട്ടിയിൽ തന്നെ ഒരു ആൽമരമുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ പ്രഭുപാദ് സാധാരണ ഈ ഡിക്റ്റഫോണിൽ പ്രഭുപാദ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം 10 ഡിജിറ്റ് എന്ന് വെച്ചാൽ എത്രയോ വാക്കുകളാണ്. ആ 100 ഡിജിറ്റാണ് പ്രഭുപാദ് ഒരു ദിവസം സാധാരണ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഹവായിൽ ചെന്നപ്പം പ്രഭുപാദ് പ്രഭുപാദ് എത്ര 290 ഡിജിറ്റ് അടുപ്പിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. വളരെ സ്പീഡിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് പ്രഭുപാദിന് ഉറക്കം ശരിയാവുന്നില്ല. രാത്രി അദ്ദേഹത്തിന് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം അതും അദ്ദേഹം ഈ ഭഗവാന്റെ സേവനത്തിനാണ് ഉപയോഗിച്ചത്. ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ആ സമയം കൂടെ അദ്ദേഹം ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ട് ഇത് തുടങ്ങി. അപ്പം ഇങ്ങനെ പ്രഭുപാദ് ഹരിശൗരി പ്രഭു ആയിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ സർവന്റ്. അപ്പം ഹരിശൗരി പ്രഭുവിനോട് പ്രഭുപാദ് പറഞ്ഞു, ഞാൻ ഇന്ന് ഏകദേശം 7th കാൻഡോ കംപ്ലീറ്റ് ആക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹരിശൗരി പ്രഭു ഭയങ്കര സന്തോഷമായിട്ട് പറഞ്ഞു. പിന്നെ പ്രഭുപാദ് അതിനകത്ത് പറഞ്ഞൊരു കാര്യം, ഞാൻ ഓരോ വാക്ക് ഉപയോഗിക്കുമ്പോഴും യൂസ് ചെയ്യുന്നതും വളരെ ശ്രദ്ധിച്ചിട്ടാണ്. ഇനിയുള്ള ജനറേഷൻ ഓഫ് ആൾക്കാർക്ക് അത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ വേഗം എഴുതി തീർക്കാം, പക്ഷെ ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടാണ് അത് ചെയ്യുന്നതെന്ന് പ്രഭുപാദ് പറഞ്ഞു. അങ്ങനെ 7th കാൻഡോ തീർക്കുന്ന ആ ദിവസം സാധാരണ പ്രഭുപാദ് കിടക്കുന്ന സമയത്ത് ഈ കൊതുകുവലയിട്ട് അതിനകത്ത് കിടക്കുന്ന സമയത്ത് ആ പേഴ്സണൽ സർവന്റ് വന്നിട്ട് പ്രഭുപാദിന്റെ കാല് മസാജ് ചെയ്ത് കൊടുക്കും. മസാജ് ചെയ്ത് കൊടുത്ത് അങ്ങനെയാണ് പ്രഭുപാദ് ഉറങ്ങുന്നത്. പക്ഷെ 10 മണിക്ക് ഉറങ്ങി 12 മണിക്ക് എഴുന്നേക്കും. പക്ഷെ ആ ദിവസങ്ങളിൽ പ്രഭുപാദിന് ഉറക്കം ഇല്ലാത്തതുകൊണ്ട് പ്രഭുപാദ് ആ ദിവസം പറഞ്ഞു, എനിക്ക് ഇന്ന് മസാജിങ് വേണ്ട, ഞാൻ ഇന്നത് തീർക്കട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ പ്രഭുപാദ് വൈകുന്നേരം തൊട്ട് തുടങ്ങി ഫുള്ള് തീർത്തത് രാവിലെ 5 മണി കൊണ്ട് 7th കാൻഡോ ഫുള്ള് തീർത്തു. അതിനകത്ത് പ്രഭുപാദ് 7th കാൻഡോ എൻഡ് ചെയ്തപ്പോൾ പ്രഭുപാദ് അതിനകത്ത് എഴുതുന്നുണ്ട്, ഇന്ന് വൈശാഖി ഏകാദശിയാണ്, ഇന്ന് ഈ സ്ഥലത്ത് വെച്ചിട്ട് 7th കാൻഡോ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞ് ശ്രീല പ്രഭുപാദ് അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം തന്നെ പ്രഭുപാദ് 8th കാൻഡോ തുടങ്ങുകയും ചെയ്തു. അപ്പം സത്സ്വരൂപ മഹാരാജ് പറയാണ്, നമ്മൾ ചിലപ്പോൾ ഒരുപാട് സർവീസൊക്കെ ചെയ്ത് കഴിയുമ്പം നമ്മൾ തന്നെ ഒരു ബുദ്ധിമുട്ടി ഒരുപാട് സർവീസ് ചെയ്യുമ്പോൾ പിന്നെ ഒരു ദിവസം റിലാക്സ് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷെ പ്രഭുപാദ് അങ്ങനെയല്ല ചെയ്തത്. കൺസിസ്റ്റന്റ് ആയിട്ട് അത് അത്രയും ഉറക്കമിച്ചിരുന്ന് 7ാം സ്കന്ധം തീർത്തതിന് ശേഷവും പിറ്റേ ദിവസം തന്നെ റിലാക്സേഷൻ ഡേ കൊടുത്തില്ല. അടുത്ത ദിവസം തന്നെ 8ാമത്തെ സ്കന്ധം സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൊരു കാര്യം മഹാരാജ് പറയുന്നു. One chapter to the Prabhupada